ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തക്കാളി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരത്തിലുള്ളൊരു കറികളാണ് കാണിക്കുന്നത്. ഒരു ഗ്രേവിയുമുണ്ട്, ഒരു ഡ്രൈയുമുണ്ട്. അപ്പോൾ ചോറിനായാലും ചപ്പാത്തിക്കായാലും ഇഡ്ഡലി ദോശ എന്തിൻ്റെ കൂടെ ആയാലും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള 2 തക്കാളിയുടെ കറികളാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ ചോറിനെല്ലാം കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. രണ്ടാമത് കാണിക്കുന്നതാണ് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഈ ഫസ്റ്റ് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തക്കാളി ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലും പച്ചമുളക് നീളത്തിലും ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഇതാ കുറച്ച് കട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് നീളത്തിലായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടിയിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്തേക്ക് ആകുമ്പോഴത്തേക്കും എന്താ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിളയ്ക്കുന്ന കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും. തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് സമയം കൊണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയും പച്ചമുളകും എല്ലാം ഇപ്പോൾ നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും അതിപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പച്ചമുളകെല്ലാം നല്ലപോലെ കളറ് മാറി. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വെള്ളമെല്ലാം നമ്മൾക്ക് ആവശ്യമനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മൾക്ക് നേരത്തെ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അത്രയും അങ്ങോട്ട് വറ്റിക്കാതിരുന്നാൽ മതി. തേങ്ങ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് യോജിപ്പാവാനായിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ചൂട് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് തൈര് ചേർത്ത് കൊടുക്കാമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂട് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിളക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ല പച്ച വെളിച്ചെണ്ണയിൽ കടുക് വറുക്കണം. കടുകും മുളകും കരിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് കഴിയുമ്പം 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉലുവാപ്പൊടി കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിനെല്ലാം കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള തക്കാളി വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറിനെല്ലാം കൂട്ടാൻ നല്ല ബെസ്റ്റ് കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചോറിന് കൂട്ടാൻ പറ്റുന്ന ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതിലും എളുപ്പത്തിൽ നമ്മൾക്ക് ചോറിന് കൂട്ടാൻ പറ്റുന്നൊരു കറി വേറെ നമുക്ക് തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഒന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത്. ചോറിനെല്ലാം നല്ല ചൂട് ചോറിൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. നമ്മൾക്ക് ചപ്പാത്തിക്കായാലും ഇഡ്ഡലി ദോശ അപ്പം എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല തിൻ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. നീളത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നല്ല നീളത്തിൽ നൈസായിട്ട് തിൻ സ്ലൈസായിട്ട് മുറിച്ചെടുത്തേക്കുന്നത്. തക്കാളിയും അതുപോലെ തന്നെ മുറിച്ചെടുത്തേക്കുന്നത്. പച്ചമുളകെല്ലാം ചെറിയ പീസായിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തേക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. ഇനി അതിനും ഇതുപോലെ തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ അതുപോലെ
ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില ഇതുപോലെ ഒന്നിങ്ങനെ മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വഴന്ന് തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് മുന്നേ ഞാൻ ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതെല്ലാം പച്ചമണം നല്ലപോലെ പോയി കഴിഞ്ഞപ്പം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നും എല്ലാം നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ അത് നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചുവന്ന മുളക് കൂടെ മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് പകുതി വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് പൊടികളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ അടച്ച് വയ്ക്കുന്നതിന് മുന്നേ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം പകുതി വേവാകുമ്പോഴാണ് ഞാനിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഒന്നിങ്ങനെ അടച്ചു വെച്ചേക്കാണ്. ഇപ്പോൾ ഇത് പകുതി വേവായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 സ്പൂൺ 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് പൊടികളുടെ പച്ചമണം എല്ലാം പോകാനും തക്കാളിയെല്ലാം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വെന്ത് യോജിപ്പായി വരാനും കൂടിയായിട്ട് കുറച്ച് സമയം കൂടെയും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. കുറച്ച് സമയം കൂടെ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെന്ത് വരുമ്പോൾ നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. ഇപ്പോൾ അതിൽ എണ്ണയെല്ലാം കുറേശ്ശെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ വെച്ചിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം നല്ല സൂപ്പറാണ് ഇത് കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും ഇതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗരം മസാലയോ ചിക്കൻ മസാലയൊക്കെ എല്ലാം ഇഷ്ടമുള്ളവർക്ക് അതുപോലെയുള്ള മസാലപ്പൊടികൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ തക്കാളി വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്രേവി ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. തലേ ദിവസം 2-3 ദിവസത്തേക്കൊക്കെ ഇരിക്കും. നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചാൽ ശനിയോ ഞായറോ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തക്കാളി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ച 2 തരം കറികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. നല്ല എളുപ്പമാണ് ഈ 2 കറികൾ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല ഈസി ആയിട്ടുള്ളൊരു വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.